നമ്മൾ ഓടിക്കുന്ന ട്രക്കിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മെക്കാനിക്ക് പരമായതും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എ സിയെക്കുറിച്ചുള്ള ടിപ്സാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാനൊക്കത്തില്ല. കാരണം ഇതിൻ്റെ ഫിൽറ്റർ ഉണ്ടോ, എ സിയുടെ ഫിൽറ്റർ ഈ ഭാഗത്തായിരിക്കുന്നത്. അപ്പോൾ ഈ ലോക്ക് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റുക. ഇങ്ങോട്ട് മാറ്റി ഇവനെ ഇങ്ങനെ വെളിയിലെടുക്കുക. ഇവിടാണ് ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുന്നവരാണോ കൂട്ടുകാരെ നിങ്ങൾ? അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഞാൻ പറഞ്ഞ എന്തുവാ, എപ്പോഴും നമുക്ക് വർക്ക്ഷോപ്പിൽ പോകാനൊക്കത്തില്ല. ചിലപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇന്ന് നമുക്ക് എ സി തണുക്കുന്നില്ലെങ്കിൽ കുറേ കാരണങ്ങളുണ്ടാവാം. എല്ലാ കാര്യം നമുക്ക് ചെയ്യാനൊക്കത്തില്ല കേട്ടോ. അത് എ സി മെക്കാനിക്കിന് മാത്രമേ ചെയ്യാനൊക്കൂ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ചെയ്യാനൊക്കത്തുള്ളൂ. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒന്ന് ഫിൽറ്റർ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യുക. ഈ ഫിൽറ്റർ എടുത്ത് ഒന്ന് എയർ അടിച്ചിടുക. കണ്ടേ, ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ. കണ്ട, ഇപ്പോൾ കഴിഞ്ഞ സർവീസിന് ഞാൻ എയർ അടിച്ചിട്ടതായത്. അപ്പോൾ ഇത് എടുക്കാനും ഇടാനും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. പല വണ്ടിയിലും പല രീതിയിലുള്ള ഫിൽറ്ററാണ്. ഓക്കെ, ഇതിൻ്റെ ഫിൽറ്റർ ഇങ്ങനെയാണ്, ഇവിടാണ് ഇതിനെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ എയർ അടിച്ചിടാം 6 മാസം കൂടുമ്പോൾ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വാഹനം ഓരോ മാസവും സർവീസ് ചെയ്യാറുണ്ട്. എഞ്ചിൻ ഓയിൽ മാസം ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കമ്പനി മാറിത്തരും. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറുന്ന സമയത്ത് ഞാൻ എ സിയുടെ ഫിൽറ്ററൊക്കെ ഒന്ന് എയർ അടിച്ച് ഇടും. അപ്പോൾ ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെന്താണെന്നൊക്കെ നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളിവിടെ എല്ലാം ക്ലീനാക്കി വെക്കുക. എ സിയുടെ ഭാഗം, റേഡിയേറ്ററിൻ്റെ ഭാഗം, കണ്ടൻസറിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഇൻ്റർകൂളർ എന്ന് പറയുന്ന ആ ഭാഗമൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് വെക്കണം. ഇതൊക്കെ ഞാൻ പലപ്പോഴും ക്ലീൻ ചെയ്യും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സർവീസ് സെൻ്ററിൽ പോകുമ്പോൾ ചെറിയ പ്രഷറിൽ ഇവിടെയൊക്കെ ഞാൻ വെള്ളം അടിക്കാറുണ്ട്. കാര്യം ഈ എ സിയുടെ കണ്ടൻസറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടഞ്ഞു കഴിഞ്ഞാലും എ സി പ്രോപ്പറായിട്ട് വർക്കാകത്തില്ല. മണ്ണും ചെളിയൊക്കെ കയറി അടഞ്ഞിരിക്കും. അപ്പോൾ ചെറിയ പ്രഷറിൽ നമ്മൾ ഈ റേഡിയേറ്ററും അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കണ്ടൻസറും ഇൻ്റർകൂളറും കാര്യങ്ങളും എല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. വലിയ പ്രഷറിൽ അടിക്കരുത്, ചെറിയ പ്രഷറിട്ട് നമുക്ക് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാം. അപ്പോൾ എ സിക്ക് ഒന്നുകൂടെ തണുപ്പ് കൂടും. അത് നിങ്ങൾ മറന്നു പോകരുത്. എപ്പോഴും ഈ ഭാഗം ക്ലീൻ ചെയ്ത് വെക്കാൻ നോക്കണം. പിന്നത്തെ കാര്യം, എ സി തണുക്കാത്തത് ഗ്യാസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ എ സി തണുക്കത്തില്ല. അല്ലെങ്കിൽ ഗ്യാസ് കുറവുണ്ടെങ്കിലും എ സി ചിലപ്പം കൂളിംഗ് കുറയ്ക്കും. അപ്പോൾ ഗ്യാസ് നമ്മൾ എ സി സർവീസ് സെൻ്ററിൽ പോയിട്ട് ഗ്യാസൊക്കെ ഉണ്ടോ, ഫുള്ള് ഗ്യാസൊക്കെ ഉണ്ടോ എന്ന് ഉള്ള ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഗ്യാസ് അടിക്കാം. അല്ലെങ്കിൽ എത്ര ഗ്യാസ് കുറവുണ്ടോ അത് നമുക്ക് ഫില്ല് ചെയ്യുകയും ചെയ്യാം. ഇവിടെയൊക്കെ ഗ്യാസ് അടിക്കുന്നത് 100, 150, 50 റിയാലിനൊക്കെ കിട്ടും. അത് ഗ്യാസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ്. കുറച്ചടിച്ചാൽ മതിയെങ്കിൽ 30 റിയാൽ, 50 റിയാലിനൊക്കെ നമുക്ക് ഗ്യാസ് അടിക്കാൻ പറ്റും. ഫുള്ളായിട്ട് ഗ്യാസ് അടിക്കണമെങ്കിൽ 150 രൂപ, 200 റിയാലൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിങ്ങനെ വേണ്ട ഫിൽറ്റർ എടുക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ ഫിൽറ്റർ എടുക്കുമ്പോൾ ഒന്ന് നോക്കണം അതിൻ്റെ എങ്ങനെയായിരുന്നത് ഇരുന്നത്, അതുപോലെ തന്നെ കയറ്റിയിടണം. അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ചാലോ. ഇത് വണ്ടിയുടെ കൂടെ തന്നെ എയർ വരുന്നുണ്ട് കേട്ടോ. എയറും ഗണ്ണും കാര്യങ്ങളും പൈപ്പും ഒക്കെ വണ്ടിയുടെ കൂടെ തന്നെ തരുന്നുണ്ട്. ഇത് വെച്ച് തന്നെ നമുക്ക് ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓയിൽ മാറിയപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5000 കിലോമീറ്ററൊക്കെ ഓടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ പൊടിയും മണ്ണും ഒക്കെ കളഞ്ഞിടാമെങ്കിൽ നല്ല ഉണക്ക് ഫാനിൻ്റെ കാറ്റൊക്കെ കുറയും. അതിന് ശേഷം നമ്മൾ എടുത്തിട്ടാൽ മതി. ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത് തിരിഞ്ഞും മറിഞ്ഞും ആയി പോകരുത്, കയറത്തില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുത്തൊക്കെ നോക്കി ഓക്കെ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ വെക്കുക, തള്ളുക, ഇത്രയേ ഉള്ളൂ. കയറി വീണു. അതിന് ശേഷം ഈ ഡക്കണെടുത്ത് പ്രോപ്പറായിട്ട് കയറ്റി വെക്കുക. കറക്റ്റായിട്ട് വീണില്ലേ ലോക്ക് ആവത്തില്ല. ഉണ്ട്, കറക്റ്റായിട്ട് വീണു. ഇനി എന്നിട്ട് ഈ ലോക്കിനെ ഇങ്ങോട്ടാക്കി ഇപ്പോൾ അതടഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും ക്ലീനാക്കി വെക്കുക.
എ സിയുടെ ഗ്യാസ് കുറവാണെങ്കിൽ ഫില്ല് ചെയ്യുക. ഫ്രണ്ടിലെപ്പോഴും കണ്ടൻസറും കംപ്രസറും അതുപോലെ ഈ റേഡിയേറ്ററിൻ്റെ ഭാഗവും ഇൻ്റർകൂളറും ഒക്കെ ടർബോഡയും അതുപോലെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കണ്ടൻസർ ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറിയ പ്രഷർ എയർ അടിച്ചിടാമെങ്കിൽ ഐഡൽ സ്പീഡിൽ കിടക്കുമ്പോൾ എ സി തണുക്കും. ഇപ്പോൾ സൗദിയിൽ നല്ല ചൂടായിട്ടുണ്ട് കൂട്ടുകാരെ. ഐഡൽ സ്പീഡിലൊന്നും എ സി വർക്കാവത്തില്ല. 48-50 ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്